ഡൽഹിയുടെ ഹൃദയത്തിൽ 11 പേർ പിടഞ്ഞു വീണ നിമിഷം. ആരാണ് ഇതിന് പിന്നിൽ? എവിടെ നിന്നുമാണ് ഈ തീ പടർന്നത്? നിങ്ങൾക്കറിയാമോ? ഞെട്ടിക്കുന്നൊരു സത്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ സർവകലാശാലകൾ ഭീകരതയുടെ പരീക്ഷണശാലകളായി മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിച്ച് രാജ്യത്തിനെതിരെ തിരിക്കുന്ന ഒരു കറുത്ത കരങ്ങൾക്ക് പിന്നിലെ കഥയാണിത്. ഹരിയാനയിലെ ഫരീദാബാദ് അൽഫല സർവകലാശാല ഒരു മെഡിക്കൽ കോളേജിന്റെ ലാബുകൾ RDX നിർമ്മാണത്തിന് ഉപയോഗിച്ചെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. 2900 കിലോമീറ്ററിലധികം സ്ഫോടക വസ്തുക്കൾ. ഇത് കേവലം നിയമലംഘനമല്ല, നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. പാകിസ്ഥാൻ പിന്തുണയോടെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വന്ന JEM ഭീകര സംഘടനയുടെ ചാവേർ ശൃംഖലയുടെ ആസൂത്രിത നീക്കത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന മൂടുപടമിട്ട് രാജ്യത്തിനെതിരെ തിരിഞ്ഞ തീവ്രവാദ ശക്തികളെ നമ്മൾ എങ്ങനെ തുടച്ചു നീക്കും? എങ്ങനെയാണ് ഇത്രയും ഗുരുതരമായ ഒരു ഭീഷണി നമ്മുടെ കൺമുന്നിൽ വളർന്നു വന്നത്? എന്തായാലും ഒന്ന് ഓർമ്മിപ്പിക്കാം, പഴയ ഇന്ത്യയല്ല ഇത്. ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടതിനേക്കാൾ വലിയ തിരിച്ചടിക്ക് ഇന്ത്യൻ പ്രതിരോധം ഒരുങ്ങിക്കഴിഞ്ഞു. കാണുക ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സമാധാനപരമായി വിദ്യ അഭ്യസിക്കേണ്ട ഇടങ്ങൾ എങ്ങനെയാണ് ഭീകരവാദത്തിന്റെ കൂടാരങ്ങളായി മാറുന്നത്? ഇതാണ് ഇന്ന് ഇന്ത്യയുടെ മനസാക്ഷിയെ അലട്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ ദുരൂഹമായ കഥ ആരംഭിക്കുന്നത് ഡോക്ടർ മുസാമിൽ ഷക്കീലിന്റെ അറസ്റ്റിലാണ്. പുൽവാമ സ്വദേശിയും അൽഫല സർവകലാശാലയിൽ പഠിച്ചിരുന്ന മെഡിക്കൽ പ്രൊഫസറുമായ ഇദ്ദേഹം രാജ്യവ്യാപകമായ ഒരു ഭീകര ശൃംഖലയിലെ പ്രധാന കണ്ണിയായിരുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ദേശീയ അന്വേഷണ ഏജൻസികളെ സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ഭീകരവിരുദ്ധ വേട്ടകളിൽ ഒന്നിലേക്ക് നയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഫരീദാബാദിലെ ദൌജിലുള്ള അൽഫല യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. സർവകലാശാലയുടെ ലബോറട്ടറികളും അനുബന്ധ സൗകര്യങ്ങളും സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നാണ് അധികൃതർ പ്രധാനമായിട്ടും അന്വേഷിച്ചത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസും ഡോക്ടർ താമസിച്ചിരുന്ന വാടക മുറിയും കേന്ദ്രീകരിച്ചായിരുന്നു ഈ റെയ്ഡുകളെല്ലാം നടത്തിയത്. ഫലമോ ഏകദേശം 2900 കിലോഗ്രാം സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികൾ. ജമ്മു കാശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഭീമൻ ശേഖരം കണ്ടെത്തിയത്. ഇത് കേവലം വെടിമരുന്നോ ചെറിയ പടക്കങ്ങളോ ഒന്നുമല്ല. അസോൾട്ട് റൈഫിളുകൾ, പിസ്റ്റളുകൾ, ബോംബ് ഘടകങ്ങൾ എന്നിവയോടൊപ്പം സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ 12 സ്യൂട്ട് കേസുകളും ഒരു ബക്കറ്റും പിടിച്ചെടുത്തു. കൂടാതെ ബോംബുകൾ വിദൂര നിയന്ത്രണത്തിൽ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 20 ടൈമറുകൾ, ബാറ്ററികൾ, റിമോട്ട് കൺട്രോളുകൾ, 5 കിലോഗ്രാം ഹെവി മെറ്റൽ, ഒരു വാക്കി ടോക്കി സെറ്റ് എന്നിവയും കണ്ടെത്തി. ഒരു മെഡിക്കൽ പ്രൊഫസറുടെ പക്കൽ ഇത്രയധികം ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും എങ്ങനെയാണ് എത്തിയത്? ഇവിടെയാണ് യൂണിവേഴ്സിറ്റിയുടെ പങ്ക് സംശയിക്കപ്പെടുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് RDX പോലെയുള്ള അതീവ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ സമന്വയിപ്പിക്കാൻ സർവകലാശാലയുടെ മെഡിക്കൽ ലാബോറട്ടറികൾ ഉപയോഗിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ശാസ്ത്രീയ പഠനത്തിനായി നൽകിയ ലാബുകൾ രാജ്യത്തെ തകർക്കാനുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നത് വിദ്യാഭ്യാസ മേഖലയോടുള്ള തീവ്രവാദത്തിന്റെ കടുത്ത വെല്ലുവിളി കൂടിയാണ്. ഈ ഭീകര ശൃംഖലയുടെ അന്തിമ ലക്ഷ്യം എന്തായിരുന്നു? അത് മറ്റൊന്നുമായിരുന്നില്ല, ഡൽഹി ചെങ്കോട്ട സ്ഫോടനം. ഈ കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനം രാജ്യമെമ്പാടും ഞെട്ടൽ തരംഗങ്ങളാണ് സൃഷ്ടിച്ചത്. 12 പേരെ കൊലപ്പെടുത്തിയ ഈ ആക്രമണത്തിന്റെ അന്വേഷണം കേന്ദ്രീകരിച്ചത് അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് 2 പ്രധാന പ്രതികളിലാണ്, ഡോക്ടർ ഷഹീന ഷാഹിദ് അതുപോലെ തന്നെ ഡോക്ടർ ഉമർ. ഇവിടെയാണ് കഥയിലെ ഏറ്റവും കറുത്ത അധ്യായം ആരംഭിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത് ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധമുള്ള ഒരു സൂക്ഷ്മമായ ഘടനാപരമായ ശൃംഖലയാണ്. ഇതിന് പിന്നിൽ ഇത് തന്നെയാണെന്നാണ് പലരും ആവർത്തിക്കുന്നത്. പാകിസ്ഥാൻ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഭീകരതയെ കയറ്റി അയക്കുന്നു. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളെ വിഷലിപ്തമാക്കാനും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാനും അവർ ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. ഒരു സർവകലാശാലയുടെ മറവിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട പ്രൊഫസർമാർ തീവ്രവാദത്തിന് പരിശീലനം നൽകുന്നു. ഇതൊരു രാജ്യദ്രോഹമാണ്. ഇത് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ്. ചെങ്കോട്ട പോലെയുള്ള ചരിത്ര പ്രാധാന്യമുള്ളൊരിടം ആക്രമിക്കാനുള്ള ഭീകരതയുടെ നീക്കം ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെയും ഐക്യത്തെയും തകർക്കാനുള്ള അവരുടെ നിരാശയുടെ പ്രതിഫലനം കൂടിയാണ്. ഭീകരതയെ ഔദ്യോഗികമായി പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ഈ നീചമായ തന്ത്രങ്ങൾക്ക് ഇന്ത്യ ശക്തമായ മറുപടി തീർച്ചയായും നൽകും. ഈ ഭീകരരെയും അവരെ സഹായിച്ച എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനായി ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനം എങ്ങനെയാണ് ഇത്രയധികം വളർന്ന് ഇത്രയും വലിയ ഭീകര പ്രവർത്തനങ്ങൾക്ക് മറയായി മാറിയതെന്ന സംശയം ന്യായമാണ്. 2014 സ്ഥാപിതമായ അൽഫല സർവകലാശാലയ്ക്ക് 2015 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അഥവാ UGCയുടെ അംഗീകാരം ലഭിച്ചു.
ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് ഇതിന്റെ ഉടമകൾ? അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് ഈ സ്വകാര്യ സർവകലാശാല പ്രവർത്തിക്കുന്നത്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള സ്ഥാപനം എങ്ങനെയാണ് തീവ്രവാദ കേന്ദ്രമായി മാറിയത് എന്നതിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ. 2014 ഇതിന് അംഗീകാരം നൽകിയ നടപടിക്രമങ്ങളെ കുറിച്ചും വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഹരിയാനയിലെ ദൌജിൽ 70 ഏക്കർ വിസ്തൃതിയിലുള്ള ക്യാമ്പസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. NSEയിൽ നിന്നും A ഗ്രേഡ് അംഗീകാരം നേടിയ ഈ സ്ഥാപനം വിവിധ പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒന്നാമത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ്, വിദ്യാഭ്യാസവും മാനവികതയും, കമ്പ്യൂട്ടർ സയൻസും നിയമവും, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ, അതുപോലെ തന്നെ ജീവനക്കാർക്കും ഡോക്ടർമാർക്കും റെസിഡൻഷ്യൽ കോംപ്ലക്സ്, കൂടാതെ 650 കിടക്കകളുള്ള അൽഫല ആശുപത്രി എന്നിവയ്ക്കുമുണ്ട്. ഈ ആശുപത്രിയും മെഡിക്കൽ സയൻസസ് റിസർച്ച് സെന്ററും ഭീകരവാദികൾക്ക് ഒളിത്താവളമായും അതുപോലെ തന്നെ ഉപകരണങ്ങൾ ശേഖരിക്കാനുള്ള ഇടമായും പ്രവർത്തിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ? യൂണിവേഴ്സിറ്റിക്ക് പുറമെ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റ്, അൽഫല സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, ബ്രൗൺ ഹിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അൽഫല സ്കൂൾ ഓഫ് ഫിസിക്കൽ ആൻഡ് മോളിക്യുലർ സയൻസസ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇത്രയധികം വിസ്തൃതിയും അംഗീകാരങ്ങളുമുള്ള ഒരു സ്ഥാപനം തീവ്രവാദത്തിന് മറയായി മാറുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിനും സുരക്ഷാ സംവിധാനത്തിനും ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഉയർത്തുന്നത്. ആരാണ് ഈ ട്രസ്റ്റിന് പിന്നിൽ? അവരുടെ ഫണ്ടിംഗ് സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ഈ വിവരങ്ങളെല്ലാം നിയമത്തിന്റെ കണ്ണിൽ വരണം. എന്നാൽ ഈ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ല, ഒരു നിമിഷം പോലും ഭയക്കില്ല. ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ഭീകരതയ്ക്ക് മുന്നിൽ ദുർബലരാകുന്ന ഒരു ഭരണകൂടമല്ല ഇന്ന് നമ്മുടേത്. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യാൻ വരുന്ന ഏത് ശക്തികളെയും വേരോടെ പിഴുതെറിയാൻ ഇന്ത്യൻ പ്രതിരോധ സേന ഇന്ന് സജ്ജമാണ്, പൂർണ്ണ സജ്ജമാണ്. നിങ്ങൾ ഓർക്കുക, ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ അതിർത്തി കടന്നു വന്ന ഭീകരരുടെ വിഷം ചീറ്റാൻ ശ്രമിച്ചവർക്ക് നമ്മൾ നൽകിയ ഉത്തരമാണ്, അല്ലെങ്കിൽ ചുട്ട മറുപടിയാണ്. അത് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ ചെറിയൊരു ഉദാഹരണം മാത്രമായിരുന്നു. നമ്മുടെ സൈനികർ, വ്യോമസേന, നാവികസേന എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്: ദേശസുരക്ഷ. മിന്നൽ ആക്രമണങ്ങളിലൂടെയും ബാലാക്കോട്ട് പോലെയുള്ള ശക്തമായ വ്യോമാക്രമണങ്ങളിലൂടെയും ഇന്ത്യ ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമാണ്: ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടി അതിശക്തമായിരിക്കും. ഭീകരവാദത്തിന് ഒരു മറയും രക്ഷ നൽകില്ല. അതൊരു യൂണിവേഴ്സിറ്റിയുടെ കെട്ടിടമായാലും ഒരു ആശുപത്രിക്കുള്ളിലെ ലാബായാലും രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകൾ അവിടം വരെ നീളും എന്നത് തീർച്ചയാണ്. നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ഉറങ്ങുകയല്ല. ഭീകര ശൃംഖലയുടെ ഓരോ കണ്ണുകളെയും, അവരെ സഹായിച്ചവരെയും ഫണ്ടിംഗ് നൽകിയവരെയും കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. തക്കതായ ശിക്ഷയും ഉറപ്പുവരുത്തും. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങളെ തടയാനുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ പ്രതിരോധ ശക്തിയുടെ മുന്നിൽ ഈ തീവ്രവാദികളുടെ തന്ത്രങ്ങളെല്ലാം വെറും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുക തന്നെ ചെയ്യും. വർഷങ്ങളായി പാകിസ്ഥാൻ ഭീകരതയെ ഒരു നയതന്ത്ര ഉപകരണമായാണ് ഉപയോഗിച്ചു വരുന്നത്. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും വേണ്ടി അവർ നിരപരാധികളുടെ ചോരയാണ് ഒഴുക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഓർക്കണം, ലോകം മുഴുവൻ അവരുടെ ഇരട്ടത്താപ്പ് നയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർ ഭീകരരെ പോറ്റി വളർത്തുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളാണ് ഓരോ ആക്രമണത്തിന് പിന്നാലെയും പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ പഹൽഗാം നമ്മൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞതാണ്: ഭീകരതയെ സഹായിക്കുന്ന ഏത് രാജ്യമായാലും അവർ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ആഗോളതലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്. ഇന്ത്യയുടെ നിലപാട് ഉറച്ചതാണ്: ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയുമില്ല. കശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യത്തിന്റെ 1 ഇഞ്ച് ഭൂമി പോലും ഭീകരർക്ക് വിട്ടു നൽകില്ല. നമ്മുടെ സർക്കാർ ഈ വിഷയത്തിൽ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസിലെ പ്രതികൾ ആരായാലും, എത്ര വലിയ സ്വാധീനമുള്ളവരായാലും, അവർക്ക് നിയമം അതിന്റെ വഴിക്ക് കഠിനമായ ശിക്ഷ നൽകും. അൽഫല യൂണിവേഴ്സിറ്റിയുടെ മറവിൽ നടന്ന ഈ ഹീന കൃത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിയെയും കണ്ടെത്തി അവരുടെ എല്ലാ ബന്ധങ്ങളും തകർത്ത് ശിക്ഷ ഉറപ്പാക്കും. തക്കതായ മറുപടി കൊടുക്കും. കാരണം ഈ രാജ്യം നിലനിൽക്കുന്നത് സത്യത്തിലും നീതിയിലും ഊന്നിയാണ്. ഒരു വിദ്യാലയത്തെ ഭീകരവാദത്തിനായി ദുരുപയോഗം ചെയ്ത ഈ പ്രവൃത്തി ഇന്ത്യയിലെ ഓരോ പൗരന്റെയും മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്നതാണ്. നാം ഒറ്റക്കെട്ടായി ഈ ഭീഷണിയെ നേരിടണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കേസിന്റെ ഓരോ ചലനങ്ങളും നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.